ഹായ് ഗേയ്സ്, എല്ലാവർക്കും എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. ഞാനിന്നേ തേങ്ങ വറുത്തരച്ച നാടൻ ചെമ്മീൻ കറി ഉണ്ടാക്കാൻ പോവാം. അതെങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് ഞാൻ നിങ്ങളെ കാണിച്ചു തരാം. ഓക്കെ, അതിനായി ഞാൻ ഇവിടെ ആദ്യമേ തന്നെ ഒരു കപ്പ് തേങ്ങ ചിരകിയത് എടുത്തിട്ടുണ്ട്. ഇത് നമ്മൾ ലോ ഫ്ലെയിമിൽ ഇട്ടിട്ട് ഒരു ബ്രൗൺ നിറമാവുന്നത് വരെ ഒന്ന് മൂപ്പിച്ചെടുക്കണം. ഈ ഒരു ബ്രൗൺ നിറമായി കിട്ടുമ്പോഴേക്ക് ഇതിനകത്തേക്ക് 2 ടേബിൾ സ്പൂൺ മുളക് പൊടി, 1 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി, 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി എന്നിവ ചേർത്ത് ഞാൻ ഒന്നുകൂടി ഈ തേങ്ങ ഒന്ന് മൂപ്പിച്ചെടുക്കുകയാണ്. മുളക് പൊടിയുടെയും മല്ലിപ്പൊടിയുടെയും ഒക്കെ ഒരു പച്ച ചുവ മാറുന്നത് വരെ ഇത് നന്നായിട്ടൊന്ന് ഈ തേങ്ങയുടെ കൂടിയിട്ട് മൂപ്പിച്ചെടുക്കണം. അതിനുശേഷം ഞാൻ ഇവിടെ 2 തക്കാളി ചെറുതായിട്ട് അരിഞ്ഞത്, 2 പച്ചമുളക്, കുറച്ച് കറിവേപ്പില, കുറച്ച് കൊച്ചുള്ളി എന്നിവ ഞാൻ എടുത്തിട്ടുണ്ട്. ഇനി ഇതുകൂടി നമുക്കൊന്ന് വഴറ്റിയെടുക്കാം. അതിനായി ഞാൻ ഇവിടെ ഒരു പാൻ വെച്ചിട്ട് അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ട് കുറച്ച് കടുക് പൊട്ടിക്കാൻ ഇടുകയാണ്. ഇനി നമുക്കിതിലേക്ക് എടുത്തു വെച്ച പച്ചമുളകും കറിവേപ്പിലയും കൊച്ചുള്ളിയും കൂടെ ചേർത്ത് കൊടുക്കാം. ഇനി ഇത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം. സവാളയെക്കാട്ടിലൊക്കെ ഒരു ടേസ്റ്റ് ചെറിയുള്ളി ഉപയോഗിക്കുന്നത് തന്നെയാണ്. അതുകൊണ്ട് തന്നെ കറികളിലൊക്കെ കൂടുതലായിട്ട് ചെറിയുള്ളി ഉപയോഗിക്കുന്നത് കറികൾക്ക് കൂടുതൽ ടേസ്റ്റ് നൽകും. ഉള്ളി ഒന്ന് വാടി വന്നപ്പോഴേക്ക് ഞാൻ ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ ഉപ്പ് കൂടി ചേർത്ത് കൊടുത്ത് ഇത് ഒന്നുകൂടി ഒന്ന് വഴറ്റിയെടുക്കുകയാണ്. അതിൻ്റെ കൂടെ ഞാൻ ഇവിടെ എടുത്തു വെച്ചിരുന്ന തക്കാളി കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതെല്ലാം കൂടെ നമുക്ക് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. ഇതുപോലെ നന്നായിട്ട് ഇളക്കി കൊടുത്തിട്ട് ഇനി ഇത് നമുക്ക് 2 മിനിറ്റ് ഒന്ന് അടച്ചു വെക്കാം. 2 മിനിറ്റിന് ശേഷം മൂടി ഒന്ന് മാറ്റിയിട്ട് വീണ്ടും ഇതുപോലെ നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കണം. ഇവിടെ തക്കാളിയും ഉള്ളിയൊക്കെ നന്നായിട്ട് വഴറ്റി കിട്ടിയിട്ടുണ്ട്. ഇനി ഞാൻ അതിലേക്ക് നമ്മൾ എടുത്ത് കഴുകി വൃത്തിയാക്കി വെച്ചിരുന്ന കൊഞ്ചുകൂടി ഇട്ട് കൊടുക്കുകയാണ്. ഇനി ഇതെല്ലാം കൂടെ നമുക്ക് നല്ലതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കണം. ഞാൻ വീണ്ടും ഇതിനകത്തേക്ക് ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി കൂടി ചേർത്ത് കൊടുത്തിട്ട് ഇളക്കുകയാണ്. ഞാൻ മുളക് പൊടിയും മല്ലിപ്പൊടിയൊക്കെ ഇട്ട് മൂപ്പിച്ച് വെച്ചിരുന്ന തേങ്ങ അരച്ച് ചേർത്ത് കൊടുക്കുകയാണ്. ഇനി ഇതെല്ലാം കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇതിനകത്തേക്ക് ഒരുപാടൊന്നും വെള്ളം ചേർക്കണ്ട, കുറച്ച് ആവശ്യത്തിനുള്ള വെള്ളം മാത്രം ചേർത്ത് ഒന്ന് അടച്ചു വെച്ച് ഒന്നുകൂടി ഒന്ന് വേവിക്കണം. ഞാൻ ഇവിടെ ആവശ്യത്തിന് കുറച്ച് വെള്ളം കൂടി ചേർത്ത് കൊടുത്തു. ഈ കൊഞ്ച് പെട്ടെന്ന് വെന്ത് കിട്ടുന്നതായതുകൊണ്ട് കുറച്ച് വെള്ളം മാത്രം ചേർത്താൽ മതി. ഇനി ഇതിലേക്ക് തോട്ടുപുളിയോ പിഴുപുളിയോ ഒരു ചെറിയ കഷ്ണം ചേർത്ത് കൊടുത്തിട്ട് ഒരു 5 മിനിറ്റ് അടച്ചു വെക്കുക.
കറി നല്ലതുപോലെ ഒന്ന് തിളച്ച് പറ്റി വന്നപ്പോഴേക്ക് ഞാൻ ഇതിലേക്ക് ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് കൂടി ചേർത്ത് കൊടുത്തു. അഥവാ ഇതില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ ഇഞ്ചിയും വെളുത്തുള്ളിയും കൂടെ ആദ്യം ഉള്ളി വഴറ്റുന്നതിൻ്റെ കൂടെ ചതച്ച് ചേർത്ത് കൊടുത്താൽ മതി. കറി നമുക്ക് വെന്ത് കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് അതിലേക്ക് കടുക് വറുത്തൊഴിക്കുക. അതിനായിട്ട് ഞാൻ ഇവിടെ ചീനിച്ചട്ടി വെച്ചിട്ട് കടുക് പൊട്ടിക്കുകയാണ്. ഇനി നമുക്കിതിലേക്ക് കുറച്ച് ചെറിയുള്ളി കൂടി അരിഞ്ഞത് ചേർത്ത് കൊടുക്കാം. അതും കൂടെ ഒന്ന് മൂപ്പിച്ചെടുക്കുക. ഗൈസ്, അങ്ങനെ ദേ നമ്മുടെ സ്വാദിഷ്ടമായ തേങ്ങ വറുത്തരച്ച ചെമ്മീൻ കറി റെഡിയായി കഴിഞ്ഞിരിക്കുന്നു. അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. കൂടാതെ എൻ്റെ വീഡിയോ നോട്ടിഫിക്കേഷൻ ലഭിക്കാൻ വേണ്ടിയിട്ട് ബെൽ ബട്ടൺ എനേബിൾ ചെയ്യുക. താങ്ക്